ഇന്ന് നേരം പരപരപരാ വെളുത്തപ്പോഴേ എണീറ്റു. ഹൈ, അത്ഭുതമായിരിക്കണല്ലോ. ഇന്ന് ടോട്ടലി ഒരു ഭക്തിമാർഗം മോഡാണ്. ബൈദവേ ഇന്ന് ചിങ്ങം 1. അതായത് പൈതങ്ങളെ, ചാച്ചിയും ചേട്ടനും കല്യാണം കഴിച്ചതിന്റെ 11ാമത്തെ വിവാഹ വാർഷികം കൊണ്ടാടാൻ പോവുകയാണ് ചാച്ചി. അപ്പോ രാവിലെ തന്നെ ഒന്ന് അമ്പല ദർശനം, അതാണ് ഉദ്ദേശം. എന്റെ തനി സ്വഭാവം അറിയാന്നുള്ള എന്റെ ഡാഡി ഗിരിജ തലേന്ന് രാത്രി തന്നെ ഉത്തരവിറക്കിയിരുന്നു. മര്യാദയ്ക്ക് രാവിലെ 6 മണിക്ക് ആട്ടയ്ക്കകത്ത് കയറിയിരുന്നോളം എങ്കിലും കോവിലിൽ കൊണ്ടുപോകും. എന്നാൽ ധിക്കാരിയായ ഞാനോ 6 മണിക്കാണ് ഒരുങ്ങുന്നതിനെ കുറിച്ച് വരെ ചിന്തിച്ചത്. ശേഷം നിങ്ങൾ കാണുന്നത് കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്ന എല്ലാ ക്രീമും പൗഡറും മുഖത്ത് അപ്പിത്തേക്കുന്ന ചേച്ചിയാണ്. എന്റെ കെട്ടി ഒരുങ്ങൽ കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് 2 പ്രോഡക്റ്റുകളെ ഒരുക്കാൻ സാധിക്കുകയുള്ളൂ. ബൈദവേ, ചാച്ചിയുടെ പുതിയ ഉടുപ്പ് എങ്ങനെയുണ്ട്? ശേഷം നിങ്ങൾ കാണുന്നത് വിദ്യാലയത്തിൽ പോകാൻ 8:30 മണിക്ക് വിളിച്ചാലും ഉറക്കമണിക്കാത്ത എന്റെ പുത്രന്മാർ രാവിലെ 5 മണിക്ക് തന്നെ എണീറ്റ് കുളിച്ച് കുറിയും തൊട്ട് നിൽക്കുന്നതാണ്. അപ്പോഴേക്കും സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നറിയിച്ചുകൊണ്ട് ഡാഡിജിയുടെ വിളികൾ എത്തി. ഓട്ടി തന്നെ കതുകും പൊട്ടിക്കൊണ്ട് ചേച്ചി പുഞ്ചിരിച്ചുകൊണ്ട് യാത്ര തിരിച്ചു. അംഗസംഖ്യ കൂടിയതിനാൽ ഓട്ടോയിലുള്ള യാത്ര വളരെയധികം ദുഷ്കരമായിരുന്നു. അങ്ങനെ പറയാനുള്ളതൊക്കെ അവിടെ പറഞ്ഞ് ഏൽപ്പിച്ചതിന് ശേഷം ഞാനും സഹയാത്രികരും തിരിച്ച് വീട്ടിലേക്ക് എത്തി. ബൈദവേ, ഈ ചിത്രത്തിൽ കാണുന്ന ഭരത് ഗോപിയെ പോലെ ഇരിക്കുന്ന ആളാണ് എന്റെ ഡാഡി. ഇത് ചേച്ചിയുടെ ഇന്നത്തെ പുതുപുത്തൻ ഉടുപ്പാണ്. അയ്യോ, ചേച്ചി ഓണത്തിന് ക്രിസ്മസ് തീം ഉടുപ്പാ. എന്തേ, ഇഷ്ടപ്പെട്ടു, ഞാൻ എടുത്തു. ഇന്ന് ഇവിടത്തെ 2 പൈതങ്ങൾക്കും പരീക്ഷയുള്ള ദിവസമാണേ. അങ്ങനെ ഈ ആഴ്ചത്തെ ആദ്യത്തെ ദോശക്കവർ ഞാൻ പൊട്ടിച്ചു. പറയാതിരിക്കാൻ വയ്യ. അയ്യോ, അത്ഭുതമെന്നോണം അതാ പ്രത്യക്ഷയായിരിക്കുന്നു ഗീതാദേവി. ആ മന്ദമുള്ള വരവിൽ കയ്യിലെ കവറിൽ എന്താണെന്നറിയോ? കോവിലിൽ ചെന്നപ്പോൾ അവിടെ ഇഡ്ഡലി സാമ്പാറും വടയും ഉണ്ടെന്നറിഞ്ഞ് നമ്മുടെ കൂടെ തിരികെ വരാതെ അവിടെ തന്നെ നിൽക്കുക എന്റെ മാതാവ്. അങ്ങനെ ലക്ഷ്യം പൂർത്തീകരിച്ച് വിജയശ്രീയായി വന്നിരിക്കുന്ന വരവാണത്. ഇത്രയുമൊക്കെ ആയ സ്ഥിതിക്ക് രാവിലത്തെ ഖാന കഥം. മമ്മിജി കൊണ്ടുവന്നത് നല്ല അരിപ്പായസം ഉണ്ടായിരുന്നു. നമുക്ക് അതല്പം കുടിച്ചാലോ? നല്ല മധുരം. പായസത്തിന്റെ കഠിനമായ മധുരം കാരണം എങ്കിൽ പിന്നെ 2 ഇഡ്ഡലിയും കൂടെ അകത്താക്കാമെന്നായി. അങ്ങനെ കിട്ടിയതെല്ലാം മുണിങ്ങിയ ശേഷം പുറത്തേക്ക് വന്ന ഞാൻ കണ്ട കാഴ്ച ഇതാണ്. ഒരു ദണ്ഡൻ ഒരുങ്ങിയിറങ്ങിയ ഒരു കൂട്ടം കറുത്ത മേഘങ്ങൾ എന്റെ വീടിന്റെ ഉച്ചിയുടെ മണ്ടിയിലെത്തിയപ്പോൾ അത്ത അവിടെ അങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നു. ശേഷം തിരികെ വന്നപ്പോൾ കണ്ടത് ഉടുപ്പിന്റെ പിറകിലെ ചിത്രത്തിലുള്ള പയ്യന് എന്തോ വശപശകുണ്ടത്രേ. അങ്ങനെ ശല്യം കാരണം അവസാനം സഹികെട്ടു നോം പറഞ്ഞു, എങ്കിൽ പിന്നെ ഊരിക്കളയടാ. അത് കേട്ടതും അമ്മയിലെ മനോരോഗി ഉണർന്നു എന്ന് മനസ്സിലാക്കി എന്റെ പുത്രൻ ടാറ്റ പറഞ്ഞു പോയി. ശേഷം നിങ്ങൾ കാണുന്നത് ഉച്ചയ്ക്കത്തേക്ക് മാതാജി ഉണ്ടാക്കിയ കറികൾ ടേസ്റ്റ് നോക്കുന്ന എന്നെയാണ്. നല്ല കിടക്കാച്ചിയവ. ശേഷം നിങ്ങൾ കാണുന്നത് വർഷങ്ങളായി ഞങ്ങൾക്ക് മീൻ സേവനം നൽകുന്ന ഞങ്ങളുടെ മീൻകാരി മാമിയാണ്. ഇന്ന് ചരുവത്തിനകത്ത് ഉണ്ടായിരുന്നത് കേവലം ഒരു 10ഓളം അയലകളും പിന്നെ ഒരു പൊളപ്പൻ ചൂരയുമായിരുന്നു. അങ്ങനെ അയലകളും അമ്മയ്ക്കും ചൂര എനിക്കും സ്വന്തമായി. ബൈദവേ, എന്റെ കാൽക്കുലേഷൻ അനുസരിച്ച് ഈ ചൂര ഇന്നത്തേക്കുള്ളതല്ല. അതിനാൽ നമുക്കിത് നാളത്തേക്കുള്ള ഒരു കരുതലായി ലോക്കറിനുള്ളിൽ വെച്ച് പൂട്ടാം. ശേഷം വീട്ടിലേക്ക് മടങ്ങിയെത്തിയ ഞാൻ കണ്ട കാഴ്ച എവിടേക്കോ പോകാൻ ഉടുത്തൊരുങ്ങി സുന്ദരി മണിയായി നിൽക്കുന്ന എന്റെ മാതാവിനെയാണ്. ഉച്ചയ്ക്കത്തേക്കുള്ള ഞം സകലതും ഒരുക്കിയിട്ടാണ് മാതാജിയുടെ പോക്ക്. അതിനാൽ ഡാനിക്കൊരു മുട്ടയും കൊടുത്ത് ഞാനും വിശ്രമ ജീവിതത്തിലേക്ക് കടന്നു. അപ്പോ നാളെ കാണാം. ശുഭം.